ഇതൊക്കെ അനുഭവിക്കാനും വേണം. ഇതാണ് വെള്ളിത്തുണ്ട്. നമ്മൾ ഈ പണ്ട് സ്ലേറ്റിലൊക്കെ എഴുതിയിട്ട് മായ്ക്കുന്ന സാധനം. ഇതിപ്പോൾ നമുക്ക് വളരെ റെയറായിട്ടാണ് കാണുന്നത്. അത് നാട്ടിൻപുറങ്ങളിൽ തന്നെ ഇത് റെയറായിട്ടാണ് ഈ സാധനം കാണുന്നത്. ഞാൻ എറണാകുളത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത്, അന്നേരം നമ്മൾ ആദ്യമായിട്ടാണ് ഈ സിറ്റിയൊക്കെ കാണുന്നത്, എറണാകുളം സിറ്റിയൊക്കെ കാണുന്നത്. നമ്മൾ ഈ നാട്ടിൻപുറത്തല്ലേ താമസിക്കുന്നത്. അന്നേരം അവിടുത്തെ എൻ്റെ ഒരു കൊളീഗ് ചോദിച്ചു, അക്ഷര താൻ കൊല്ലത്തുനിന്ന് വരുന്നതാണല്ലേ? കൊല്ലത്ത് വില്ലേജ് ഏരിയ. ഇപ്പോൾ എൻ്റെ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു കൊടുത്തതിന് പുള്ളിക്കാരൻ അറിയത്തില്ല. അന്നേരം അത് വില്ലേജ് ഏരിയ ആണല്ലേ, നാട്ടിൻപുറത്തുനിന്നല്ലേ താൻ വരുന്നത്? അപ്പം നിങ്ങൾ എങ്ങനെ അവിടെ യാത്ര ചെയ്യുന്നത്? അക്ഷരയുടെ വീട്ടിലോട്ട് പോകുന്നത് എങ്ങനെയാണ്? ഒരു വള്ളി കെട്ടിയിട്ട് നാകുമ്പം അവിടെ നിന്നുള്ളൊരു റൂട്ട് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ വള്ളി തൂങ്ങി പോകുന്ന പറഞ്ഞാൽ കളിയാക്കിയിട്ടുണ്ട്. അതായത് നമ്മൾ ഈ നാട്ടിൻപുറത്തുനിന്ന് വരുന്നെന്ന് പറഞ്ഞു കേട്ടപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതൊക്കെ അനുഭവിക്കാനും വേണം ഒരു യോഗം. നമ്മൾ ഈ നാട്ടിൻപുറത്ത് വളരാനും സ്ലേറ്റിൽ ഇതൊക്കെ എഴുതിയിട്ട് മായ്ച്ച് കളയാനും അതൊക്കെ അനുഭവിക്കാനും ഒരു യോഗം വേണം. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് നാട്ടിൻപുറത്തുള്ള ആൾക്കാർ. എനിക്ക് പണ്ടുണ്ടായ ഫണ്ണിയായിട്ടൊരു മൊമെൻ്റാണ്, അതെനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അങ്ങനെ ഷെയർ ചെയ്തതാണ് കേട്ടോ.